ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ഡെസേർട്ടുമായിട്ടാണ്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഡെസേർട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഇനി ഈ ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 കപ്പ് പാൽ ഒഴിച്ച് അതിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പാലൊന്ന് ചൂടാകുമ്പോൾ ഞാൻ നേരത്തെ ഈ 2 കപ്പ് പാലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ പാൽ മാറ്റി വെച്ചിരുന്നു. ആ പാലിൽ 2.5 ടേബിൾ സ്പൂൺ മാംഗോ കസ്റ്റർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്ത് അതും കൂടി ഈ പാൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കസ്റ്റർഡ് നന്നായി കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്യാം. കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. കസ്റ്റർഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബബിൾസ് വരുന്നുണ്ടോ, അതാണ് അതിൻ്റെ പരുവം. ഇത് മതിയാവും. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിക്കാം. ഇനി അടുത്ത ഘട്ടത്തിലേക്കായി ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് മാങ്ങ. അത് കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണോളം മാങ്ങ മാറ്റി വെച്ചിരുന്നു അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഒരു 1/4 കപ്പ് പാലും ഒഴിച്ച് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡാണ്. അത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് അടിച്ച മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മൊത്തവും ചേർക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് വെച്ച് നന്നായി അടിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കും. അടുത്ത ഘട്ടത്തിലേക്കായിട്ട് ഞാൻ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ വശങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേയിലാണ് ഈ ബ്രെഡ് നിരത്താൻ പോകുന്നത്. അതിലെല്ലാം നിരത്തിയതിന് ശേഷം ഈ ഇതിൻ്റെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റേർഡിൻ്റെ 3/4 ഭാഗത്തോളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാംഗോ കുറച്ചിട്ട് കൊടുക്കാം. കാഷ്യൂ, പിസ്ത, ബദാം ഇത് 3 പൊടിച്ചതും കുറച്ച് വിതറി അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് വിതറി ബാക്കിയിരുന്ന കസ്റ്റേർഡ് മിക്സും കൂടി ഇതിലൊഴിച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. 250 ml ഫ്രഷ് ക്രീമിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ക്രീം നന്നായി ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാംഗോ പൾപ്പ് ഇതിലൊഴിച്ചു കൊടുക്കാം. അതും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡോട് നിരത്തി അതിന് മുകളിൽ ഫ്രഷ് ക്രീമിൻ്റെ മിക്സും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്ത് മാംഗോ പീസസും കൂടി എൻ്റെ മുകളിൽ വിതറി അതോടൊപ്പം പിസ്തായും കാഷ്യൂവും ബദാമും പൊടിച്ചത് കുറച്ചിട്ട് വിതറി 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി വിതറി ഫിനിഷ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കാം.